ഹായ് ഫ്രണ്ട്സ്, 3D മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചില ഒബ്ജക്ട്സിൻ്റെയൊക്കെ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കുക, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് കാണിക്കുക. ഇങ്ങനത്തെ എഫക്റ്റുകളൊക്കെ 3D മാത്സിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് പറയാൻ പോകുന്നത്. സോ ഇതിൽ നോക്കുക, നിങ്ങൾ ഈ ഏരിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മോർ ഫോക്കസ്ഡ് ആണ്, എന്നാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ബ്ലറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ രണ്ട് ഒബ്ജക്റ്റുകൾ അവർ ഫോക്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ എഫക്റ്റുകളൊക്കെ എങ്ങനെ 3D മാത്സിൽ നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ്, 3D മാത്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യാം. പുതിയൊരു വ്യൂ ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഞാനിവിടെ ഒരു ക്യാമറ വെക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫിസിക്കൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. ക്യാമറ എപ്പോഴും ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ നോക്കുക മാക്സിമം, എന്നാലും നമുക്ക് ആ വ്യൂ നന്നായിട്ട് കിട്ടുള്ളൂ. സോ അപ്പോൾ ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലാസിൻ്റെ ഒരു പോർഷൻസ് ഉണ്ട്. സോ അപ്പോൾ അതിനെ ഞാൻ ഫോക്കസ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്യാമറ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഏകദേശം സെൻറ്ററിൽ വരാൻ പാകത്തിന് ക്യാമറ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിതൊന്ന് ക്യാമറ വ്യൂവിൽ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആണോ ഇവിടെയുള്ള ഈ പോർഷനാണ് എനിക്കിപ്പോൾ ഫോക്കസ് ചെയ്ത് കാണേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഈ പോർഷനെ എനിക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കണം. ബാക്ക്ഗ്രൗണ്ടിലുള്ള പോർഷൻസ് ബ്ലറായി പോകണം. സോ അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെച്ച ക്യാമറയുടെ ഫോക്കൽ പോയിൻ്റ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഈ പോയിൻറ്റിനെ ഞാൻ കറക്റ്റ് നമ്മുടെ ഏത് പോർഷനിലാണോ ഫോക്കസ് ചെയ്ത് വരേണ്ടത് ആ പോർഷനിലേക്ക് എത്തിച്ച് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ബ്ലർ ഓവറുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലൊരു എക്സ്ട്രാ 2 ബോക്സ് കൂടി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നിങ്ങളത് അൺടിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, എക്സ്ട്രാ ഒരു 2 ലൈൻസ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 2 ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ ആയിരിക്കും കൂടുതലും ഇൻ ഫോക്കസിൽ വരിക എന്നുള്ളതാണ്. സോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്രയും പോർഷണൽ ഏരിയ ആയിരിക്കും അത് കറക്റ്റ് ഫോക്കസിൽ വരാൻ പോകുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ ഈ അപ്പറേച്ചറിന് ചെയ്തേക്കുന്നുണ്ടോ, ഈ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, F നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ പോർഷൻ ചെറുതായിട്ട് വരുന്നുണ്ടോ. സോ അപ്പോൾ എന്തായിരിക്കും, ആ പോർഷൻ എന്തോരം ചെറുതാവുന്നത് അതനുസരിച്ച് അത് അത്രയും ഏരിയ ആയിരിക്കും ഇൻ ഫോക്കസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ടാർഗറ്റ് പോയിൻറ്റും, രണ്ടാമത്തത് ഇവിടെ F നമ്പറും ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഈ F നമ്പർ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ഏരിയ മാത്രം അതിനെ ഫോക്കസ് ചെയ്ത് വെക്കുകയാണ്. സോ ഇനി നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഞാൻ ക്യാമറ വ്യൂ എടുത്തു, എന്നിട്ട് ഞാൻ റെൻഡർ കൊടുക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ആ റെൻഡറിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഏരിയ ആണ് മെയിൻലി ഫോക്കസ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ റെൻഡറിങ് ഫുൾ ടൈം റെൻഡർ ഞാൻ ചെയ്യുന്നില്ല. സോ അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മളിവിടെ ഫോക്കസ് ചെയ്തെടുത്തു. ഇനി എനിക്ക്
ഈ ഏരിയനെ ബ്ലർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഈ പോർഷനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോപ്പ് വ്യൂവിൽ തന്നെ പോവാം. നമ്മൾ ആ വെച്ചേക്കുന്ന സെയിം ക്യാമറ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ക്യാമറ വയ്ക്കാം. ഏതൊരു വേ സെലക്ട് ചെയ്തിട്ട് ക്യാമറയുടെ ടാർഗറ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. സോ എന്നിട്ട് ആ ടാർഗറ്റ് പോയിന്റ് മൂവ് ചെയ്ത് നമുക്ക് എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് വെക്കുക. ഓക്കെ, സോ ഇനി റെൻഡർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. സോ ഇവിടെ കണ്ടോ, എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റെൻഡറിങ് ഇതാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് കണ്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഏരിയയാണ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഈ ഏരിയ ബ്ലറായിപ്പോയി. ഇപ്പോൾ ഞാൻ ഈ രണ്ട് റെൻഡറിങ് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം എന്താണ് ഔട്ട്പുട്ട് എന്ന്. ഇത് നമ്മൾ സെക്കൻഡ് ചെയ്ത റെൻഡറിങ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്ത റെൻഡറിങ് കാണാൻ പറ്റും. കാരണം അപ്പോൾ ഫസ്റ്റ് ചെയ്ത റെൻഡറിങ്ങിൽ നമുക്ക് ഈ ഏരിയ മോർ ഫോക്കസ്ഡ് ആണ്, ഈ ഏരിയ കുറച്ച് ബ്ലറാണ്. ഓക്കെ, ഇനി ഞാൻ ആ ക്യാമറയുടെ പൊസിഷൻ കുറച്ചും കൂടി പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം എന്താണ് വ്യത്യാസം വരിക. നമുക്കൊന്ന് റെൻഡർ ചെയ്യാം. സോ അപ്പോൾ ഇതാണ് നമ്മൾ വീണ്ടും അതിൻ്റെ ടാർഗറ്റ് പോയിൻ്റ് ബാക്കിലോട്ട് നീക്കി വെച്ചപ്പോഴുള്ള എഫക്റ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഏരിയ മോർ ഫോക്കസ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇത് ഔട്ട് ഓഫ് ഫോക്കസായി, ഇത് വീണ്ടും ഔട്ട് ഓഫ് ഫോക്കസായി. സോ ഇങ്ങനെയാണ് ആ എഫ് നമ്പർ ചേഞ്ച് ചെയ്തും അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് പോയിൻറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻലി ഇതിൽ ഇങ്ങനെ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്തുപോലത്തെ ബ്ലറുള്ള എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് 3ds Maxലാണ്. സോ നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ഉണ്ടായിരുന്ന എഫക്റ്റും ലാസ്റ്റ് വന്ന എഫക്റ്റും തമ്മിൽ കണ്ടോ. ഫസ്റ്റ് നമുക്ക് ഇവിടെ ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇതാണ് ഫസ്റ്റ് ഇമേജ്. സെക്കൻഡ് ഇമേജ് വന്നപ്പോൾ മോർ ഫോക്കസ്ഡ് ഇവിടെയായി. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3ds Maxൽ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഫോർഗ്രൗണ്ട് ഷാർപ്പൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ ഈ എഫക്റ്റ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.